ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു അംബ്രല കട്ട് കുർത്തിയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിലെന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ, എന്നാലേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അധികം ലെങ്ത് ഒത്തുമില്ല, ഞാൻ മാക്സിമം സ്പീഡിലൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നെക്ക് നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്രയാണ് ഇപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ ഉള്ള ആളാണെങ്കിൽ നമുക്കൊരു 6 ഇഞ്ചൊക്കെ ഷോൾഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ക് നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കും. ഷോൾഡർ ഇടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് ഷോൾഡർ ഇടിയുന്ന പ്രശ്നം നമുക്കവിടെ സോൾവ് ചെയ്യാം. ബാക്കി നമുക്ക് ഇതിൽ കാണുന്നത് പോലെ തന്നെ ആം ഹോളും നമ്മുടെ താഴത്തെ ഷേപ്പും എല്ലാം നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിവിടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ അതായത് സീം അലവൻസിൻ്റെ ഇപ്പുറത്ത് നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സൈഡ് തൂക്കിക്കിടക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അതായത് ഇങ്ങനെ തൂങ്ങിക്കിടക്കത്തില്ല, അടിപൊളിയായിട്ട് നല്ല ടൈറ്റ് ഫിറ്റിലും അതേപോലെ തന്നെ ഓവറായിട്ട് തൂങ്ങാതെ നമുക്ക് കിടക്കും. അതേപോലെ തന്നെ ഈ ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് എൻഡ് വരുമ്പോഴത്തേക്കും സീം അലവൻസിൻ്റെ അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാതെ ഒരു 1/4 ഇഞ്ച് ഇറക്കി നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് റിഗാളും നമുക്ക് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് അതും വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ സ്ലീവിലും കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സീം അലവൻസിൻ്റെ അവിടെ ഇതുപോലെ തന്നെ 1/4 ഇഞ്ച് താഴത്തോട്ടാക്കി തന്നെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ സാരി എടുത്തിട്ടാണ്. നമുക്കൊരു പഴയ സാരിയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് കളയാതെ ഇങ്ങനെയൊക്കെ നമുക്ക് കോളേജിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി മാറി മാറി ഉടുക്കാനാണെങ്കിൽ ഇഷ്ടംമാതിരി ഡ്രസ്സൊക്കെ ഉണ്ടാവും. പിന്നെ നെക്കാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ആലിലെ നെക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതായത് വീതി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ താഴേലോട്ട് വരുമ്പോൾ കുറച്ച് നമ്മളൊരു 1/2 ഇഞ്ച് പുറത്തേക്കാക്കി വരക്കുവാണെങ്കിൽ നെക്ക് നല്ല വൈഡായിട്ട്, അതായത് താഴോട്ട് വരുന്തോറും കുറച്ച് വൈഡായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ആ ആലിലയുടെ കുനിപ്പ് നമുക്ക് കുറച്ചും കൂടെ താഴത്തോട്ട് കുനിച്ച് വരക്കുവാണെങ്കിൽ അതും ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ ഒരു നോട്ടൊക്കെ ഇട്ട് കൊടുക്കണേ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ബോട്ടം പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ സാധാരണ അംബ്രല എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാനിവിടെ ബാക്കിയുള്ള 3 മീറ്റർ തുണി ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 3 മീറ്റർ വെച്ചിട്ടാണ് ഞാൻ ഈ അംബ്രല തയ്ക്കുന്നത്. നല്ല 4 ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ക്രേപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പീസ് വെക്കേണ്ടി ഒന്നും വരത്തില്ല. ഇപ്പം എനിക്കിതിൽ എക്സ്ട്രാ പീസൊന്നും വെക്കേണ്ടി വന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങളും അതൊക്കെ ഒന്ന് ക്രേപ്പിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്നത് പോലെ തന്നെ മുകളിൽ നമ്മുടെ അരവണ്ണം എത്രയാണോ അത് നമുക്ക് മുകളിൽ മാർക്ക് ചെയ്തിട്ട് ബാക്കി താഴിലോട്ട് നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത്ത് അതിങ്ങനെ നമ്മൾ ടേപ്പ് വെച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ അളന്ന് നമുക്ക് വെട്ടിയെടുക്കാം, ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വേണമെങ്കിൽ നമുക്കിതൊന്ന് നോക്കിയിട്ട് ബാക്കി പോരാത്തതൊന്ന് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ മുകളിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം സെൻറ്റർ പോർഷനിലോട്ട് എത്രയാണോ കിട്ടിയിട്ടുള്ളത്, എനിക്കിപ്പോൾ 10.5 കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ 2 സൈഡിലോട്ടും അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 10.5 തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല കറക്റ്റ് അല്ല എന്നാണെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ കുറവാണെന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെയിലോട്ട് ജസ്റ്റ് അതേ ആ ഒരു കർവിൽ തന്നെ നമ്മളൊന്ന് വരച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ബാക്കി നമ്മൾ മെയിൻ പീസൊക്കെ ഞാൻ ആദ്യം ലൈനിങ് പീസാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നമുക്ക് ആ തുണി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് ആദ്യം നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈനിങ്ങേ പോകത്തുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ അളവിൽ നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.
നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് ഇതിന് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു നോർമൽ സ്ലീവാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പഫ് സ്ലീവോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ പല്ലു പീസ് വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ലൈനിങ് പീസും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ മെയിൻ പീസിന് ആദ്യം തന്നെ ഞാൻ കാണിച്ചതുപോലെ തന്നെ 2 കളറുള്ള ബോർഡറുള്ള സാരി ആയിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ ബോർഡറൊക്കെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം അംബ്രലയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷമാണ് മെയിൻ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ആ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീഡിയോക്ക് അധികം ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഞാനപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിവിടെ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. നെക്കിന് നോർമലായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഫ്രണ്ടിൽ വെച്ചിട്ട് മറിച്ചടിക്കുവാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് പീസ് വെച്ച് നമ്മൾ മറിച്ചടിച്ചിട്ട് നെക്ക് പീസ് നമുക്ക് ബാക്കി വരുന്ന മെയിൻ ക്ലോത്തിലുള്ള നെക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് കുഞ്ഞി കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് തിരിച്ചിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊക്കെ എല്ലാ വീഡിയോസിലും എല്ലാവരും കാണിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത്. അതേപോലെ നമുക്ക് 2 നെക്കും ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ അപ്പുറത്തെ 2 നെക്കും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഷോൾഡർ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് 2ൻ്റെയും ഷോൾഡർ നമുക്ക് 2ഉം കൂടെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ലൈനിങ് വെച്ച് മറിച്ചടിച്ചുകൊണ്ടാണ് നമുക്ക് ഷോൾഡർ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. അതല്ലാന്നാണെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ക്യാൻവാസിൻ്റെ പീസ് ആദ്യം 2 വശം നിവർത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് ഉള്ളിലോട്ടാവും, അതിൻ്റെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണത്തില്ല. ആ രീതിയിൽ വേണമെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ നമുക്ക് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്ത്, അതായത് നെക്ക് അടിച്ചതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിതിലതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോക്ക് ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ടാണ് അതൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്ന്. ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, നോർമൽ സ്റ്റിച്ചിങ് ഒക്കെ തന്നെയാണ്. പിന്നെ ചെറിയ ടിപ്സ്, കുഞ്ഞു ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്കിനി ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ 2ഉം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിലൊരു ടൈ കൊടുത്തിട്ടുണ്ട്, ഒരു വള്ളി വെച്ചിട്ടുണ്ട്. അതും ഞാനിത് ഇവിടെ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ ടൈ ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത്, അതായത് കഴുത്ത് മറിച്ചടിക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിൻ്റെയും തയ്യൽ തുമ്പൊന്നും വെളിയിൽ കാണത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് 2ഉം സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗത്ത്, അതായത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബോർഡർ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം എന്താണ്, ഈ ബോർഡർ നമ്മൾ ക്രോസ് ഇട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വരണമെന്നില്ല. അതുകൊണ്ടിട്ടാണ് 2 ബോർഡർ ഞാൻ സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ബോർഡർ ഗ്രീനും ഒരു ബോർഡർ പിങ്കുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം 2നും കൂടെ ഒരു ബോർഡർ തന്നെ വെക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് 2ഉം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് നമുക്ക് നല്ല വശവും കൂടി ചേർത്ത് വെച്ച് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പം സ്റ്റിച്ച് ചെയ്യണം, അതല്ല ഏറ്റവും അവസാനമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എല്ലാം ഇപ്പം തന്നെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെയിൻ പീസും ലൈനിങ്ങും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് പീസിൻ്റെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ തന്നെ വേണമെന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കാം.
കാരണം വേറൊന്നുമല്ല, അംബ്രലയുടെയും അതുപോലെ തന്നെ നമ്മളുടെ ലൈനിങ്ങിൻ്റെയും രണ്ട് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ഉള്ളിലത്തെ ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക്. ഇനി നമ്മൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പീസുകൾ തമ്മിൽ ജോയിൻ ആക്കി കൊടുക്കാവേ. ഇനി നമ്മൾ സ്ലീവാണ് നമ്മൾ ഇനി ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എഡ്ജ് അടിഭാഗം നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആം ഹോളും സ്ലീവും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ യോക്ക് പാർട്ടും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടും തമ്മിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഓരോ നോച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആ നോച്ച് തമ്മിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലോട്ടും നമുക്ക് ഈവൻ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. ഒരു വശത്ത് കൂടിപ്പോയി ഒരു വശത്ത് കുറഞ്ഞു പോയി എന്നൊന്നും ഉണ്ടാവത്തില്ല. കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പൊക്കെ കൂടി നമ്മൾ നോക്കി സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ബൊട്ടിക് സ്റ്റൈലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകളും ചെറിയ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കാര്യം കൂടെ മറന്നു പോകല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റിൻ്റെ ലുക്കും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഓക്കെ, ബൈ, താങ്ക് യു.